ഹലോ ഫ്രണ്ട്സ്, KKC ഫാം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ഇൻക്യുബേറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ 3rd ബാച്ച് കുഞ്ഞുങ്ങളെയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 ബാച്ച് കുഞ്ഞുങ്ങളെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ 3rd ബാച്ച് കുഞ്ഞുങ്ങളെ ഞാൻ കാണിക്കാം. വിരിഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് രാവിലെയാണ് വിരിഞ്ഞത്. കുഞ്ഞുങ്ങളെല്ലാം നല്ലതുപോലെ ചൂട് കൊണ്ട് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് താറാമുട്ട വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോഴിയുടെയും ബ്രഹ്മക്കോഴിയുടെയും മുട്ടയും കൂടെ വെച്ചിട്ടുണ്ട്. അത് ഒരാഴ്ച വ്യത്യാസത്തിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലക്കാടൻ കോഴിക്കുഞ്ഞുങ്ങളാണിത്. പാലക്കാടൻ ഉള്ളിക്കോഴിക്കുഞ്ഞുങ്ങൾ 20 ദിവസം കഴിഞ്ഞു. 21ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നും നാളെയുമായിട്ട് മുട്ടകൾ വിരിഞ്ഞ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിന് ചൂട് കിട്ടട്ടെ. നമുക്ക് അതിൻ്റെ ആദ്യത്തെ ബാച്ചിൽ കുഞ്ഞുങ്ങളെ കാണാൻ പോകാം. നമ്മളിപ്പോൾ കണ്ട കുഞ്ഞുങ്ങളുടെ തൊട്ട് മുമ്പുള്ള ഒരാഴ്ച മാത്രം വ്യത്യാസമുള്ള കുഞ്ഞുങ്ങളാണിത്. ഇതിലും മുന്നേ ഉള്ള ഒരു ബാച്ചും കൂടി ഉണ്ട്. അത് താഴെ ഉണ്ട്, നമുക്ക് കാണാം. അത് നമ്മുടെ മെയിൻ കൂട്ടിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഇതിനകത്ത് 3 ബ്രഹ്മക്കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ബ്രഹ്മയുടെ കുറച്ച് ക്രോസ് കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാം ക്രോസാണ് ബ്രഹ്മയുടെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആദ്യം ഉള്ള ബാച്ചിനെ നമുക്ക് കാണാം അടുത്തതായി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ. അതിൽ 2 താറാൻ കുഞ്ഞുങ്ങളുമുണ്ട്. താറാവിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അതിനകത്തൊരു തൊപ്പി താറാവുണ്ട്, അതുപോലെ ഒരു കറുത്ത താറാവുണ്ട്. അത് നമ്മുടെ ഒരു കൂട്ടുകാരൻ മുട്ട തന്നെയാണ്. ഇതിൽ ബ്രഹ്മക്കോഴിയുടെ കുഞ്ഞുങ്ങളുണ്ട്, ബ്രഹ്മയുടെ ക്രോസുണ്ട്, നമ്മുടെ പുള്ളിക്കോഴി കുഞ്ഞുങ്ങളുണ്ട്, നേക്കഡ് നെക്കുണ്ട്. ഇവരൊരു 2-3 ആഴ്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുള്ളിക്കോഴികളുടെ പേരൻസ് ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ നാടൻ പറക്കുന്ന കോഴി. നാടൻ പുള്ളിക്കോഴിയാണ്. നെക്ക്
ഓക്കെ, നമ്മുടെ നാടൻ പുള്ളിക്കോഴികളാണ്, ഒറിജിനൽ നാടൻ പുള്ളിക്കോഴി. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ആ കിടക്കുന്നത്. നമ്മുടെ അടവെക്കാൻ ഉപയോഗിക്കുന്ന മുട്ടകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാത്രമാണിത്. അന്നന്ന് കിട്ടുന്ന മുട്ടകൾ ഇതുപോലെ നമ്മൾ പാത്രങ്ങളിലേക്ക് മാറ്റുന്നു. അതിനുശേഷം 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന മുട്ടകളെല്ലാം അടവെക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട വീഡിയോസിൽ നമ്മുടെ വീട്ടിൽ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ എങ്ങനെ ഇൻക്യുബേറ്ററിൽ മുട്ടകൾ വെക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാം. ഇൻക്യുബേറ്ററിൽ മുട്ടകൾ വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നല്ല പേരന്റ് സ്റ്റോക്കിൽ നിന്നും മുട്ടകൾ കളക്ട് ചെയ്യുക. കൊത്തുമുട്ടകൾ കളക്ട് ചെയ്യുക, അതായത് പൂവൻ്റെ സാന്നിധ്യമുള്ള മുട്ടകൾ കളക്ട് ചെയ്യുക. 40 ദിവസത്തിന് ശേഷം പഴക്കമുള്ള ഒരു മുട്ടകളും നമ്മൾ വെക്കാൻ ഉപയോഗിക്കരുത്. 40 ദിവസത്തിനുള്ളിൽ പഴക്കമുള്ള മുട്ടകൾ മാത്രം കളക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ വെക്കുന്ന ഡേറ്റ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. ഒരാഴ്ച കഴിയുമ്പോൾ, മുട്ട വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ടോർച്ചിൻ്റെ സാന്നിധ്യത്തിൽ മുട്ട ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നരം ഓടിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള മുട്ടകൾ മാത്രം വെച്ചതിന് ശേഷം കേടായ മുട്ടകൾ അതിൽ നിന്നും മാറ്റുക. 20 ദിവസം ആകുമ്പോഴത്തേന് ചുണ്ട് പൊട്ടി തുടങ്ങും. 21-22 ദിവസമാകുമ്പോഴത്തേന് മുട്ടകൾ പൂർണ്ണമായിട്ടും വിരിഞ്ഞിറങ്ങുന്നതായിരിക്കും. അങ്ങനെ ചില മുട്ടകൾ വിരിയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻക്യുബേറ്ററിൽ ഹ്യൂമിഡിറ്റിയുടെ കംപ്ലൈൻറ്റ് മുഖാന്തരം ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കൂടുകളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 15 ദിവസത്തേക്ക് ബൾബിട്ട് ചൂട് കൊടുക്കേണ്ടതാണ്. അതിനകത്ത് തന്നെ വെള്ളവും ഫുഡും വെച്ച് കൊടുക്കണം. ഞാൻ ഫുഡായിട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ കൊടുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വളർന്നു വരും, നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കും. അതുപോലെ വെള്ളത്തിനകത്ത് നിങ്ങൾക്ക് വല്ല വിമറാളോ ഗ്രോ പ്ലസ് അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. മഞ്ഞൾ വേണമെങ്കിൽ മഞ്ഞൾ കലക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കോഴിക്കുഞ്ഞുങ്ങളെ, നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.